അങ്ങനെ രേണു സുധിയുടെ ഓരോരോ കള്ളങ്ങളായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. രേണു സുധിയെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പേര് വിളിക്കാൻ പാടില്ലായിരുന്നു. രേണു സുധി എന്നല്ലല്ലോ, ആരെ ഒരാണിനെയാലും പെണ്ണിനെയാലും അങ്ങനെ വിളിച്ചത് വളരെ മോശമായിപ്പോയി. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. പക്ഷെ രേണു സുധിയുടെ വായിൽ നിന്ന് വന്ന സകലമാന കള്ളങ്ങളിൽ ഓരോ കള്ളവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ കൊച്ചിങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അനുവുമായിട്ട് വാഷിംഗ് ഏരിയയിൽ വെച്ചിട്ട് മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് കൊളാബാണെന്ന്, 10,60,000 രൂപയ്ക്ക് മുടി ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് കൊളാബെന്ന് പറയുന്നത്? എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തു. അതെങ്ങനെയാണ് കൊളാബായിട്ട് പറയാതിരിക്കുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ പോകുന്നതിന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയി. എനിക്ക് വാടക വീട്ടിലാണ് എൻ്റെ ചേച്ചി താമസിക്കുന്നത്, എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ പോലും ഫോൺ വാങ്ങിക്കാൻ കാശില്ല. അപ്പോൾ പിന്നെ അങ്ങനെ 60,000 രൂപയ്ക്ക് മുടി വെച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും വൈറ്റനിങ്ങും ബോഡി ഫുള്ള് വൈറ്റനിങ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്തെന്ന് പറയാൻ പറ്റൂ ഇത്രയും കാശ് മുടക്കിയിട്ട്? അതുകൊണ്ടായിരിക്കും എന്തായാലും ഈ കൊച്ചി ജനിച്ചപ്പോൾ തൊട്ടേ കള്ളം പറഞ്ഞ് ശീലിച്ചതാണ് കേട്ടോ. ഈ കുട്ടി ഇന്ന് പറയുന്ന ഒന്നും അല്ല നാളെ പറയുന്നത്, അത് മറന്നു പോകുന്നത്. എനിക്കിതൊന്നും പർപ്പസ്ഫുള്ളി പറയുമല്ലോ. എന്തായാലും കള്ളങ്ങളല്ല ഓരോന്നോരോന്ന് പൊളിഞ്ഞടുക്കുവാണ്. ഒന്നത്തെ കാര്യം, ഇത് ബിഗ് ബോസ് ഷോ ആണ്, എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഓൺലൈൻ മീഡിയ വന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്ന ആൻസർ പോലെയല്ല ഈ കാണിക്കുന്നതും പറയുന്നതും എല്ലാം എല്ലാവരും കാണുവാണെന്നുള്ള ചിന്ത വേണമായിരുന്നു. അതൊന്നും ചിന്തിക്കാതെ ഏവിയേഷൻ പഠിച്ചു എല്ലാം ഒരു പിന്നെ ഫ്ലവേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നാണ് പറഞ്ഞത് ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു, അത് മാത്രമല്ല ഏവിയേഷൻ കഴിഞ്ഞു ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, ഇനി ബാക്കി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇത് ഏവിയേഷൻ കഴിഞ്ഞ് ജോലി ചെയ്ത സ്ഥലങ്ങൾ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ, ബാംഗ്ലൂർ എയർപോർട്ടിൽ, പിന്നെ എയർ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു പറയുന്നതിന് നമുക്കൊരു കള്ളം പറയുമ്പോൾ നമുക്കൊരു ഉളുപ്പ് വേണ്ടേ? അപ്പോൾ ഇത് ചെറിയ കാര്യമാണ് ഏവിയേഷൻ. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറയുകയാണ് ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്ലൈറ്റിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാഞ്ഞതുകൊണ്ട് കുറേ നേരം ശ്രമിച്ചു. ഞാൻ എവിടെ കുത്തണമെന്ന് അറിയാൻ വയ്യ, ഞാൻ ഇങ്ങനെ എവിടെ കുത്തണമെന്ന് അറിയാൻ വയ്യ, സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് എവിടെ കുത്തണമെന്ന് അറിയാൻ വയ്യ എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് അടുത്തിരുന്ന ഒരു അമ്മച്ചി, എന്നിട്ട് ഞാൻ അതൊരു സ്നേഹം കൊണ്ട് വിളിച്ചതാണ്, ഒരു മാഡം, അവരാണ് സഹായിച്ചത് സീറ്റ് ബെൽറ്റ് ഇടാനെന്നും. അത് പിന്നെ എൻ്റെ ചേച്ചിക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാൽ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഞാൻ ഇടും എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഏവിയേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു വ്യക്തി, എയർപോർട്ടിലെല്ലാം ജോലി ചെയ്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയുവാണ് ഫ്ലൈറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടാൻ കഴിഞ്ഞില്ല എന്ന്. അയ്യോ എൻ്റെ ദൈവമേ, ഇങ്ങനെ നുണ പറയുമ്പോൾ ഇത് ജനങ്ങൾ കാണുവാണെന്ന് ചിന്തിക്കുക. ഈ കൊച്ചിന് ഇനിയെങ്കിലും നല്ലതായിട്ട് പോസിറ്റീവ് ആവാനുള്ള വഴിയായിരുന്നു ഇന്നലെ അക്ബർ ഇട്ട് കൊടുത്തത്. അക്ബറിൻ്റെ ഒറ്റ വാക്കുകൊണ്ട്, ഈ ഇത് വിളിച്ചതിൻ്റെ വാക്കുകൊണ്ട് തന്നെ എന്തുമാത്രം ഒരു ഗെയിമർ, ഒരു നല്ല ഗെയിമർ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യായിരുന്നു. ഇതൊന്നും അറിയാതെ ഒരു പൊട്ടയാണ് സത്യം പറഞ്ഞാൽ. കള്ളം മാത്രം, വാ തുറക്കുന്ന കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനുമാണ്. ഇത് മാത്രമാണ് അതിനറിയാവുന്ന രേണു. എന്തിനാണ് ഇത് പോയെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഓക്കെ, ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. വലിയ വീഡിയോ പിന്നെ എന്താ പറയുക, ഇതിന്റെ